കൊല്ലത്ത് നിന്ന് VS അനു ചേരുന്നുണ്ട്. അനു, തലസ്ഥാനത്ത് BJPയുടെ പ്രതിഷേധ പ്രകടനമാണ് കാണുന്നത്. ഇതെവിടേക്കാണ് ഈ പ്രതിഷേധം നടക്കുന്നത്? ഇപ്പോൾ വിവരങ്ങൾ എന്തൊക്കെ? ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് BJP പ്രവർത്തകരുടെ മാർച്ച് വന്നിരിക്കുന്നത്. ഈ മാർച്ചിനെ പോലീസ് ഈ വീടിന് തൊട്ട് സമീപത്ത് വെച്ച് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ഇപ്പോൾ പ്രവർത്തകർ നിരവധി തവണ ഈ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി ശ്രമിച്ചു. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു. കോട്ടയത്ത് നടന്ന സംഭവത്തിൽ ഉത്തരവാദി മന്ത്രി വീണ ജോർജാണ്. വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുന്ന സമയത്താണ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ആ സമയത്ത് അവർ തിരികെ ഇറങ്ങുകയും ചെയ്തു. കനത്ത പോലീസ് സുരക്ഷയാണ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഔദ്യോഗിക വസതിയിൽ മാത്രമല്ല, മന്ത്രിയുടെ എസ്കോർട്ടും കൂട്ടിയിട്ടുണ്ട്. കാരണം പലയിടങ്ങളിലും മന്ത്രിക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് പ്രതിപക്ഷ സംഘടനകൾ തയ്യാറെടുക്കുന്നു. ഇന്നലെയും ഇന്നുമായി കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള സമരങ്ങളാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ തരത്തിലുള്ള സമരം നടക്കുന്നത്. അല്പസമയത്തിനു ശേഷം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് RYFന്റെ മാർച്ചുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ, സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ യുവജന സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളും ശക്തമായ സമരവുമായി മുന്നോട്ട് വരികയാണ്. മന്ത്രി വീണ ജോർജിന്റെ രാജിയാണ് ഇവർ ഏറ്റവും പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കാരണം ഇന്നലെ അതിദാരുണമായ ഒരു സംഭവമാണ് കോട്ടയത്ത് ഉണ്ടായത്. അതിന്റെ ഉത്തരവാദി മന്ത്രി എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ. വനിതാ പ്രവർത്തകരടക്കം നിരവധി പേരുണ്ട്. പോലീസും ശക്തമായ സുരക്ഷയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ ഒരു സമരമാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും തിരുവനന്തപുരത്തും തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടത്തുന്നത്. അനു, മഹിളാ കോൺഗ്രസിന്റെ മാർച്ചും നടക്കുന്നുണ്ട്. അതെവിടേക്കാണ്? ഇപ്പോൾ BJP പ്രവർത്തകരുടെ മാർച്ച് ഔദ്യോഗിക വസതിയിലേക്കാണ്. വീണ ജോർജിന്റെ ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങോട്ടേക്കാണ് മാർച്ച് നടത്തുന്നത്? കോൺഗ്രസിന്റെ മാർച്ചും ഔദ്യോഗിക വസതിയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനത് ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. RYFന്റെ മാർച്ചുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഈ പ്രത്യേകിച്ച് മന്ത്രിയുടെ വാഹനം കടന്നു വരുമ്പോൾ അവിടെ കരിങ്കൊടി കാണിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം വളരെ അസാധാരണമായ സമരങ്ങളിലേക്കാണ് പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജിനെതിരെ ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് BJPയുടെ മാർച്ച് നടക്കുകയും വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് പോലും പ്രത്യേകിച്ചും പല ഘട്ടങ്ങളിൽ ഈ ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അതേസമയം പോലീസും ശക്തമായ സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമമാണ് പ്രവർത്തകർ ഇവിടെ നടത്തുന്നത്. ലക്ഷ്മി.